കല്ലൂർക്കാട് പഞ്ചായത്തിൽ BSNLന്റെ ആസ്തികൾ കാട് കയറി നശിക്കുന്നു. കോടികളുടെ മൂല്യമുള്ള താരതമ്യേന പുതിയ കെട്ടിടങ്ങളാണ് നാശോന്മുഖമാകുന്നത്. കെട്ടിടങ്ങൾ സംരക്ഷിച്ച് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലൂർക്കാട് നഗരമധ്യത്തിലാണ് കോടികൾ വിലമതിക്കുന്ന BSNL ആസ്തികൾ ഉപയോഗപ്പെടുത്താതെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അവസാന സ്ഥാപിതമായ എക്സ്ചേഞ്ചുകളിലൊന്നാണ് ഇവിടെയുള്ളത്. എന്നാൽ ഏറെ പഴക്കമില്ലാത്ത ഓഫീസ് മന്ദിരം, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, ടോയ്ലറ്റുകൾ, സെക്യൂരിറ്റി റൂം എന്നിവയെല്ലാം ഉപയോഗിക്കപ്പെടാതെ നാശോന്മുഖം ആയിക്കൊണ്ടിരിക്കുകയാണ്. 1/2 ഏക്കറോളം വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്ഥലം ഒന്നാകെ കാട് കയറി ഇഴജന്തുക്കളുടെ വാസസ്ഥലമായി മാറിക്കഴിഞ്ഞു. കാടുപടലങ്ങൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ പോലും വേരാഴ്ത്തി വളരാൻ തുടങ്ങിയിട്ടുണ്ട്. പരിചരണമില്ലാതെ കെട്ടിടങ്ങൾ ഒന്നാകെ ജീർണിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സ്വത്തായ കോടികളുടെ ആസ്തികൾ നാശോന്മുഖമാകുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് കോൺഗ്രസ് കല്ലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് ആവശ്യപ്പെട്ടു. ഈ നാട്ടിലെ ജനങ്ങൾക്കേറെ പ്രയോജനപ്രദമായിരുന്ന ഓഫീസ് നിലവിൽ പ്രവർത്തനക്ഷമമല്ലാണ്ടായിട്ട് ഒരു വർഷത്തോളം ആവുന്നു. ഏതാണ്ട് 1/2 ഏക്കറോളം വരുന്ന ഭൂമിയും ഏറ്റവും പുതിയ രീതിയിൽ നിർമ്മിച്ച ബിൽഡിങ്ങും ഉൾപ്പെടെ കാട് കയറി നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. മൂവാറ്റുപുഴയിലെ ഉപയോഗിക്കാത്ത BSNL മന്ദിരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഡീൻ കുര്യാക്കോസ് MP മുൻകൈയെടുത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിമിതികൾക്ക് നടുവിൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ കല്ലൂർക്കാട്ടുമുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തി ക്വാർട്ടേഴ്സ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജീവനക്കാരും ധാരാളമാണ്. മൂവാറ്റുപുഴ മാതൃകയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രയോജനപ്രദമായ വിധത്തിൽ BSNL ഓഫീസ് മന്ദിരവും ക്വാർട്ടേഴ്സും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.